പര്യവസാനം ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഒന്നുകിൽ വിജയത്തിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ പരാജയത്തിലേക്കുള്ള യാത്ര. ഈ യാത്രയുടെ ജീവിതയാത്രയുടെ പരിസമാപ്തി എന്ന് പറയുന്നത് അവിടെയാണ്. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യർ വിവിധങ്ങളായ യാത്രകൾ ചെയ്യാറുണ്ട്. ജീവിതോപാധികൾ തേടി, മാനസികോല്ലാസങ്ങൾ തേടി, ആത്മീയമായ ഉന്നതികൾ തേടി, ഇങ്ങനെ വ്യത്യസ്തമായ യാത്രകൾ മനുഷ്യർ നിർവഹിക്കാനുണ്ട്. അതിനോരോ ഘട്ടങ്ങളുണ്ട്. ജീവിതയാത്ര, പ്രവാസ ജീവിതം, അതൊക്കെ നന്നായി പരിചയമുള്ളവരാണ് കേരളക്കാരായ നമ്മൾ. നമ്മുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു യാത്രക്കാരനുണ്ടാകും. ഒന്നുകിൽ പിതാവ് നേരത്തെ യാത്ര പോയ ഒരു പ്രവാസിയായിരിക്കും. അത് ജീവിതോപാധി തേടിയുള്ള യാത്രകളാണ്. അവർ അന്നം തേടിപ്പോയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ സുഭിക്ഷമായി ഇവിടെ ജീവിക്കുന്നത്. നമുക്കാവശ്യമായ എന്തും ചോദിച്ചാൽ തരാൻ അവർക്ക് സാധ്യമായത് അത്തരം യാത്രകളിലൂടെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ കേരളക്കാർ യാത്ര പോയിരുന്നത് ഗൾഫിലേക്കായിരുന്നില്ല, ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ പൂർവികരായ ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നവർ യാത്ര ചെയ്തു പോയതിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പുതിയ കാലത്ത് ദഅവത്തിന് പോകുന്ന ആളുകൾക്കും കാണാൻ സാധിക്കും. കേരളക്കാരായ ആളുകൾ എത്താത്ത സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇല്ല. അതല്ല, ചന്ദ്രനിൽ പോലും കേരളക്കാരുടെ ചായപ്പീടി ഉണ്ടാവും എന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്രയിൽ ഛത്തീസ്ഗഡിലുള്ള ഒരാളുമായി പരിചയപ്പെട്ടു, ഒരു ട്രെയിൻ യാത്രയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് കേരളത്തിൽ നിന്ന് കർണാടകയിൽ മംഗലാപുരത്ത് നിന്ന് ഛത്തീസ്ഗഡിൽ പോയി അവിടെ ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയായ ഛത്തീസ്ഗഡിലെ സ്റ്റീൽ പ്ലാന്റിൽ ജോലിക്ക് വേണ്ടി പോയതാണ്. അവിടെ ജോലി ചെയ്ത് അങ്ങനെ അവർ ആ നാട്ടുകാരായി മാറി. ഇപ്പോൾ അവരുടെ മക്കൾ അങ്ങനെ ഛത്തീസ്ഗഡുകാരാണ്, അവിടെയാണ് താമസം. അപ്പം ഇടയ്ക്ക് മംഗലാപുരത്ത് വന്ന് തിരിച്ചു പോകും. ആ യാത്രയിലാണ് ഞാൻ കണ്ടുമുട്ടിയത്. അപ്പോൾ യാത്രയിൽ ഇങ്ങനെ സംസാരിച്ച് അവസാനം എന്നോട് പറഞ്ഞു, കേരളക്കാർ ഇല്ലാത്ത സ്ഥലം ഛത്തീസ്ഗഡിലെ സ്റ്റീൽ പ്ലാന്റിൽ നല്ല ശതമാനം കേരളക്കാരാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറയാണ്, ചാന്ദ് മേ ബി കേരള വാലോം കാ ടീ ഷോപ്പ് ഹോഗാ ഐസാ ഏക് ബാത് ഹം സുനായേ. അയാൾ പറയാണ്, ചാന്ദ് മേ ബി കേരള വാലോം കാ ടീ ഷോപ്പ് ഹോഗാ. പറഞ്ഞാൽ ചന്ദ്രനിലും കേരളക്കാരുടെ ചായക്കട ഉണ്ടാവുമെന്ന് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പങ്കുവെക്കാൻ. അപ്പോൾ കേരളക്കാരെ കുറിച്ച് നേരത്തെ തന്നെ അങ്ങനെ ഒരു യാത്രക്കാരെന്ന് ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ മ്യാൻമാറിൽ പോയാലും അതുപോലെ റംഗൂണിൽ പോകുമായിരുന്നായിരുന്നു പണ്ടൊക്കെ പറയാറ്. നമ്മളെ വല്യപ്പന്മാരൊക്കെ ചിലപ്പോൾ റംഗൂണിലൊക്കെ പോയവരുണ്ടാവും. ഇപ്പോൾ ഇവിടൊക്കെ തന്നെ റംഗൂണിൽ പോയവർ, പിന്നെ അതുപോലെ ലങ്കയിൽ പോവാന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലായിരുന്നു അന്ന് ഇവിടുന്ന് ജോലിക്ക് പോയിരുന്ന ആളുകളുണ്ടായിരുന്നു ഒരുപാട്. പിന്നെ സിംഗപ്പൂരിൽ, മലേഷ്യയിൽ ഒക്കെ ആയിരുന്നു. ഗൾഫ് പിന്നീടാണ്, ഒരു 10-40 കൊല്ലം മുന്നേ ആണ് യഥാർത്ഥത്തിൽ ഗൾഫ് എന്ന് പറയുന്ന പെട്രോൾ. ഗൾഫിലൊക്കെ യഥാർത്ഥത്തിൽ അറബികൾ, ഇപ്പം അറബികളായിട്ട് നമ്മളെ മുന്നിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വരാൻ തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യക്കാർ ആയിരുന്നു അറബികളെ പോറ്റിയത് എന്നാണ്. ഇന്ത്യയിൽ നിന്ന് വരുന്ന, കേരളത്തിൽ നിന്ന് വരുന്ന കപ്പൽ കാത്തിരിക്കുമായിരുന്നു ദുബായ് പോർട്ടിൽ അറബികൾ. ഇന്നിപ്പോൾ ദുബായിലെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. പക്ഷേ ദുബായ് പോർട്ടിൽ പുന്നോറത്ത് അമ്മദാജിനോട് ചോദിച്ചാൽ അറിയാം. നമ്മളെ പാറക്കടവ് പുന്നോറത്ത് അമ്മദാജി എന്ന് പറയുന്ന ഇപ്പോഴും പാറക്കടവിലെ കച്ചവടക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. പുന്നോറത്ത് അമ്മദാജി ഒരിക്കൽ എന്നോട് ഇങ്ങനെ, ഞങ്ങൾ ദുബായിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറയാണ്, ഇങ്ങനെ ഉപരി കാണിച്ച് ഈ പിന്നെ നമ്മുടെ എന്ത് ബ്രിഡ്ജാ, ബുർജില്ലേ, ബുർജ് ഖലീഫ ഇങ്ങനെ ചൂണ്ടി എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്കറിയാം
ഈ കാണുന്നൊന്നും ഞങ്ങൾ വരുന്ന കാലത്തില്ല. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഒരു പഴയ കെട്ടിടം ചൂണ്ടിക്കാണിച്ചു വന്നു എന്നോട് പറഞ്ഞു, ഇതായിരുന്നു അന്നത്തെ ട്രേഡ് സെന്റർ. അതായത് ഇപ്പം ആ ബിൽഡിംഗ് പൊളിഞ്ഞു പോകാനുണ്ട്, ആ ഒറ്റ ബിൽഡിംഗ് ആയിരുന്നു ഈ മരുഭൂമിയിൽ ഉണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ വരുന്ന കാലത്ത്. എന്നിട്ട് ഞങ്ങളൊക്കെ പിന്നെ അറബികൾ ഞങ്ങളെ കാത്തിരിക്കും. അതായത് കേരളത്തിൽ നിന്ന് ഒരു കപ്പൽ വന്നാൽ അറബികളൊക്കെ നല്ല നമ്മളെ ഇപ്പം ബംഗാളിലൊക്കെ പോയാൽ ആളുകൾ വെള്ളത്തിന് വേണ്ടി ക്യാനും പിടിച്ച് ഓടുന്ന കാണില്ലേ, കന്നാസ് പിടിച്ചിട്ട് ബക്കറ്റും പിടിച്ചിട്ട് വെള്ളം എടുക്കാൻ പോകുന്നത് പോലെ അറബികളായ ആളുകൾ ബക്കറ്റും കന്നാസുമായിട്ട് ഓടി വരുമായിരുന്നു. കേരളത്തിലെ കപ്പൽ വന്നാൽ ഒരു ശുദ്ധജലം കുടിക്കാൻ വേണ്ടി, ഒരു നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി കേരളക്കാരെ കാത്തിരിക്കുകയായിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ രൂപയായിരുന്നു ഞങ്ങളൊക്കെ ഇവിടെ വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ രൂപയായിരുന്നു ദിർഹമിന് പകരം അവരുപയോഗിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഇന്ത്യക്കാരാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ പോയാൽ, മക്കയിൽ നമുക്ക് പോയാൽ തന്നെ അവിടെ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു വലിയ ഒരു സ്ഥാപനം, ഒരു ഏരിയ കാണും. ഉമർ ഖാദി ഷാറ ഉമർ ഖാദി എന്ന് പറഞ്ഞു. അവിടെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പോയിട്ട് അവിടെ ഒരു സത്രം, ഒരു സ്ഥാപനമുണ്ടാക്കി അവിടെ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. മക്കയിൽ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപനമുണ്ടാക്കിയിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഓടി ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ നിന്ന് പിരിവെടുത്ത് മക്കയിൽ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി പിരിവെടുത്ത് കൊണ്ടുപോയ, അതുപോലെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് മക്കയിലേക്ക് സ്ഥിരമായി സംഭാവനകൾ അയച്ചുകൊണ്ടിരുന്ന വെസ്റ്റ് ബംഗാളിലെ മാൾഡക്കടുത്തുള്ള ഖദമെ ഷരീഫ് എന്ന് പറയുന്ന വലിയൊരു മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദിൽ സൂക്ഷിച്ചിരിക്കുന്ന ആധാറുകളെ കൂട്ടത്തിൽ കാണാം മക്കയിലേക്ക് മദ്രസ നടത്താൻ വേണ്ടി സംഭാവന അയച്ചതിൻ്റെ റെസിപ്റ്റ്. അപ്പം ഇന്ത്യക്ക് അത്ര വലിയ പാരമ്പര്യമുണ്ട്, ദഅവത്തിന്റെ മേഖലയിൽ പാരമ്പര്യമുണ്ട്, ജീവിതോപാധികൾ തേടിയിട്ട് പോയതിൻ്റെ പാരമ്പര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ടാണ് പല നാടുകളും ശുദ്ധടക്കിയിരുന്നത്, വയറ്റുപ്പഴപ്പ് മാറ്റിയിരുന്നത്. ആളുകൾ പോയി കച്ചവടത്തിന് ആളുകളെ വെച്ചിട്ടായിരുന്നു, ജോലി കൊടുത്തിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുറമെ നമ്മളെ കേരളക്കാർക്ക് പരിചയമുള്ള ഒരേ ഒരു യാത്ര പിന്നീടുണ്ടായിരുന്നത് സിയാറത്ത് യാത്രകളാണ്. കേരളത്തിന് പുറത്തേക്ക് കേരളക്കാരായ ആളുകൾ പോവാറുണ്ടായിരുന്ന ഒരു യാത്ര സിയാറത്ത് യാത്ര. ഏർവാടി, മുത്തുപ്പേട്ട, നാഗൂര്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ 3 മാർഗദർശികളാണ് യാത്രയിലുണ്ടായത്. ഒന്ന്, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയത് ഷെയ്ഖുന ഉസ്താദ് എ.പി. ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദാണ് ആദ്യമായി കുവൈത്തിലേക്ക് എന്നെ പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങിയത്. പിന്നെ ആത്മീയ മേഖലയിലെ യാത്രകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള യാത്രയിൽ എൻ്റെ പിതാവ് CP ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. പിതാവിൻ്റെ ഉപ്പയുടെ പണി എന്ന് പറഞ്ഞാൽ ദർസ് നടത്തിയ വർഷം അത്രയും ദർസിൽ നിന്ന് കുട്ടികളെയും നാട്ടുകാരായ ആളുകളെയും ബന്ധത്തിലുള്ള ആളുകളെയും എല്ലാം സംഘടിപ്പിച്ച് 2-3 ബസ്സുകളായിട്ട് യാത്ര പോകും. അങ്ങനെ ചെറുപ്പത്തിലേ ആത്മീയ യാത്രകൾ നടത്തി അജ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ആത്മീയ യാത്രകൾ നടത്തിയിട്ടുണ്ട്. 3ാമത്തെ ഒരു മാർഗദർശി ഹക്കീം ഉസ്താദാണ്. ഹക്കീം ഉസ്താദ് ഇങ്ങനെ ഒരു സംവിധാനവും ഗാർഡനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെ ഓരോ വർഷവും റമദാൻ ആവുമ്പോൾ വിളിക്കും, അപ്പോൾ ഇത് നീ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കും. നമുക്കങ്ങനെ എന്തിനാ പോകുന്നത്, നമ്മൾ ഇന്ന് ഈ പ്രാവശ്യം ബാംഗ്ലൂർക്ക് പോയിക്കുന്നു. ബാംഗ്ലൂരിൽ 1-2 ആളുകളെ നമ്പർ തന്നിട്ട് ബാംഗ്ലൂർ പോകുന്നത്. നമുക്ക് ഭാഷ അറിയില്ല, ദേശം അറിയില്ല, ഒന്നും അറിയില്ല. ഈ ആളുകൾ വിളിച്ചാൽ അവർ ഉറുദുവിലാണ് വർത്താൻ പറയും. എന്താ പറയുക, അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് നാട് കടത്തി വിട്ടത്. അങ്ങനെ ബാംഗ്ലൂരിലേക്കാണ് ആദ്യമായിട്ട് ഹക്കീം ഉസ്താദ് യാത്ര ആക്കുന്നത്. ആ യാത്ര അങ്ങനെ തുടർന്ന് ബാംഗ്ലൂരിൽ പോയി റമദാനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അങ്ങനെ പിന്നെ സക്കാഫിയായി ഇറങ്ങിയതിന് ശേഷം ഒരിക്കലും നമ്മളെ ഖൽഫാനിൽ നമ്മളെ കൊയിലാണ്ടി ഖൽഫാൻ ഇസ്ലാമിക് സെൻറ്ററിലാണ് സക്കാഫിയായി ഇറങ്ങിയിട്ട് ആദ്യം ജോലി കിട്ടുന്നത്. അത് പിന്നെ ഒരു ട്രെയിനിങ് സെൻ്റർ ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ആകെ കിട്ടുന്നത്, പോറ്റാൻ കിട്ടിയത് ഹരിയാനയിൽ നിന്നുള്ള കുട്ടികളാണ്.
മർക്കസിൽ കാശ്മീരി യുഗം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു യുഗം ഉണ്ടായിരുന്നു. അത് ഹരിയാനക്കാരുടെ യുഗമായിരുന്നു. ഹരിയാനയിൽ നിന്ന് ഇപ്പം കാശ്മീരികൾ വരുന്നത് പോലെ ഹരിയാനയിൽ നിന്ന് കുട്ടികൾ വരുമായിരുന്നു. ബോഗി നിറയെ കുട്ടികൾ വരും. ഒരു ബോഗി നിറച്ചൊക്കെ കുട്ടികൾ ഉണ്ടാവുമെന്ന്. ഒരു കൊയിലാണ്ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ അവർ ഇറങ്ങും. നേരെ അവരെ ഹൽഫാനിൽ കൊണ്ടുവരും. അവിടുത്തെ മാനേജറാണ് ഞാൻ, എങ്കിൽ പോലും അവിടുത്തെ ക്ലീനിങ് മുതൽ മാനേജർ പണി വരെ എല്ലാം എടുക്കുന്ന ഒരാളായിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത്. മാനേജർക്ക് എപ്പോഴല്ലേ കോട്ടും സൂട്ടിട്ട് മാനേജറായത്. അന്ന് മാനേജർ എന്ന് പറഞ്ഞാൽ AP ഉസ്താദോ ഹക്കീം ഉസ്താദോ ഒക്കെ ഞങ്ങളെപ്പോലെ ഒരാളെ പിടിച്ചിട്ട് എൻ്റെ മാനേജറാന്ന് പറയും, അവിടെ ആക്കും. ആ പണി മുഴുവനും എടുക്കും, എല്ലാ പണിയും എടുക്കും, A to Z പണിയെടുക്കും. ഈ ഹരിയാനയിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരാഴ്ചയോളം ഏകദേശം എന്തായാലും 4 ദിവസം അവർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഇവർക്ക് മൂത്രിച്ചാൽ മരിക്കണമെന്ന് അറിയില്ല, കഴുകണമെന്ന് അറിയില്ല. ഈ തെരുവിൽ ജീവിച്ച മക്കളാണ്. ഹരിയാനയിലെ ഇപ്പോഴത്തെ അവസ്ഥ സുക്കൂനാരോട് ചോദിച്ചാൽ, നേരത്തെ PT പറഞ്ഞോളൂ, ഇപ്പോഴത്തെ അവസ്ഥ തന്നെ എന്താണെന്നുള്ളത് പോയാൽ അറിയാം. അപ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഒരു 10-20 കൊല്ലം മുന്നേ ഈ കുട്ടികൾ ഹൽഫാനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇവർക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ടീമിനെ കിട്ടിയത് കൊണ്ട് പിന്നെ നിർബന്ധിതരായിട്ട് അങ്ങനെ ഇറങ്ങി പോവേണ്ടി വന്നു. അവർ ഭാഷ പഠിക്കേണ്ടി വന്നു. അതോട് പിന്നെ മുസാഫിറായി മാറി. പിന്നെ 7 വർഷം കഴിഞ്ഞപ്പോൾ ഹൽഫാൻ ഹക്കീം ഉസ്താദ് മെല്ലെ പിടിച്ച് എന്നോട് പറഞ്ഞു, ഇന്ന് ബംഗാളിൽ പോയിക്കോന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ബംഗാൾ യാത്രയുടെ തുടക്കം. 2005 ആദ്യമായി വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നത്. വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞയച്ചു. കുറച്ച് കിണറൊക്കെ തന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കൊടുത്തോന്ന് പറഞ്ഞു. ദുബായിലെ റെഡ് ക്രിസൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കിണറൊക്കെ കിട്ടി, കുറച്ച് പള്ളിയൊക്കെ കിട്ടിയപ്പോൾ അത് തന്നിട്ട് ഏൽപ്പിച്ചു പറഞ്ഞു, ഇതൊക്കെ കുറേ അവിടെ ഒരു സക്കാഫി ഉണ്ട്, ഹബീബ് റഹ്മാൻ സക്കാഫി എന്ന് പറഞ്ഞ സക്കാഫി ഉണ്ടായിരുന്നു, പണ്ട് മർക്കസിൽ നിന്ന് പഠിച്ചു പോയ. അയാളെ നമ്പറും തന്നിട്ട് പറഞ്ഞു, അയാളെ വിളിച്ചാൽ മതി, അയാളെ വിളിച്ചിട്ട് ഇവിടെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ പോക്ക് 2005 തുടങ്ങി. ഇപ്പം 2025 ആ പോക്ക് ഇങ്ങനെ തുടരുന്നുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ യാത്രയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്, ഒരു രേഖാചിത്രം ഞാൻ പറയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ചില നിയോഗങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ യാത്രക്കാരനായി തീരുന്നത് ഇത്തരം ഒരു മോട്ടിവേഷനിലൂടെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരാളെ ജീവിതം പഠിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറേ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കാനല്ല, അയാളൊന്ന് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചാൽ മതി. ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞേക്കുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒരു കയറ്റി വിടുക, അയാൾ ജീവിതം പഠിച്ചോളും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് എന്ന. യാത്ര എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൻ്റെ ഒരു അംശമാണ്. ഒരു മനുഷ്യന് എത്രമാത്രം ഒരു മനുഷ്യനായി തീരാൻ പരീക്ഷിക്കപ്പെടേണ്ടതുണ്ടോ, യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളാണ് ഒരു മനുഷ്യനാക്കുന്നത് എന്നാണ് അല്ലേ. യാത്രകൾ എന്ന് പറഞ്ഞാൽ വലിയ പഠനങ്ങളാണ്, പരീക്ഷകളാണ്. ഒരു യാത്ര ചെയ്ത് ഒരു മനുഷ്യൻ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും മാറ്റം വന്നിരിക്കും, എന്തെങ്കിലും ഒരു മാറ്റം അയാൾക്ക് വന്നിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് അയാളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ മണ്ണിലിറങ്ങാനുള്ള മടിയുണ്ടല്ലോ, അത് മാറിക്കിട്ടും. മണ്ണിലിറങ്ങാൻ വൈറ്റ് കോളർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് അയാൾ മാറി അല്പമൊക്കെ കൈവിലും കാലിലൊക്കെ മണ്ണ് പുരണ്ടാൽ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ അവരെത്തും. അത് കിബറില്ലാതാവുക എന്ന് അതിനർത്ഥം. കിബർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ്, അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ ഇന്നലെ വരുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അയാള് ഇന്ത്യയിലുടനീളം ബ്ലേഡിൻ്റെ നമ്മൾ ഷേവിങ് ബ്ലേഡ്, ലേസർ ബ്ലേഡിൻ്റെ പിന്നെ മാർക്കറ്റിംഗ് മാനേജറാണ് അയാൾ എറണാകുളത്താണ് അയാൾ ഓഫീസ്. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അയാൾ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയാണ്, അയാളൊരു അമുസ്ലിമായ വ്യക്തിയാണ്, കണ്ണൂരുകാരനാണ്, സെൻട്രൽ ജയിലിൻ്റെ അടുത്താണ് അയാളെ, കണ്ണൂർ നമ്മളെ ഷംവീൽ നൂറാന നാട്ടുകാരനാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ ഉസ്താദെ, അയാൾ അമുസ്ലിമായി, പക്ഷേ നമ്മളോട് ഭയങ്കര ബഹുമാനം. എന്നോട് പറഞ്ഞു, ഞാൻ നമ്മളെ നാട്ടിലുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, നമ്മളെ വീട്ടിലും ബാത്റൂം 3 ഓൾറെഡി ഉണ്ടായിട്ട് 4ാമത്തെ ഇല്ലാത്ത സങ്കടത്തിലാണ് നമ്മളൊക്കെയാണ്. ഞാൻ ബംഗാളിൽ പോയിരുന്നു, കൽക്കത്തയിലാണ് അയാളുടെ ഈ കമ്പനിയുടെ സെൻട്രൽ ഓഫീസ്. അപ്പോൾ ബംഗാളിൽ പോയപ്പോൾ അവിടുത്തെ ആളുകൾ കൽക്കത്ത സിറ്റിയിലെ ഫുട്പാത്തിൽ ഇരുന്നിട്ട് ഷേവ് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെയാണ് അവർ കുളിക്കുന്നതും അവിടെ തന്നെ. എന്നിട്ട് അത് കഴിഞ്ഞ് അവർ തൊക്കില് വണ്ടിൻ്റെ പിന്നെ റിക്ഷ ഉണ്ടല്ലോ, റിക്ഷ, ആ വലിച്ചു കൊണ്ടുവന്ന റിക്ഷയും വലിച്ചിട്ട് ഇവർ ഓടുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആ റിക്ഷ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ മേലെ തന്നെ കിടന്നുറങ്ങുന്നു.
പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവിടെ തന്നെ ഓവുചാലിനോട് ചേർന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടുന്നു, അതിൽ നിന്ന് കുളിക്കുന്നു, അവിടെ നിന്ന് തന്നെ അലക്കുന്നു. ഇതൊന്നും ഒരു ബാത്റൂം പോലും ഇല്ല. അപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ ആളുകൾക്കൊക്കെ ഈ ബാത്റൂം ഉണ്ടാക്കുന്നതിലൊന്നും എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഒന്ന് കൽക്കത്തയിൽക്കോ അല്ലെങ്കിൽ ഡൽഹിയിൽക്കോ ഏതെങ്കിലും ഒരു ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി, എന്നാൽ ഈ അഹങ്കാരമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിതം പഠിപ്പിക്കുന്നത് യാത്രയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് അവിടെ ഷംവീൽ നൂറാനിയും ഫാദിൽ നൂറാനിയും ഒക്കെ യാത്രയെക്കുറിച്ച് വിശാലമായി പറയാനിരിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, തഗറബ് അനിൽ ഔതാനി ഫീ ത്വലബിൽ ഉലാ വമാ വസാഫിർ വഫിൽ അസ്ഫാരി ഖംസു ഫവായിദിൻ. നീ യാത്ര ചെയ്യണം, യാത്രയിൽ 5 ഫായിദകൾ ഉണ്ട് ഇമാം ഷാഫി തങ്ങൾ പറയാണ്. എന്താ പറഞ്ഞത്? ഒന്ന്, തഫറുജു ഹമ്മി, ഹമ്മില്ലാതായി കിട്ടും. മുഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നീ യാത്ര ചെയ്താൽ മതി. വക്തിസാബി മഴീഷത്തിൻ, ജീവിതോപാധികൾ എവിടെന്നെങ്കിലൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കണ്ട, അല്ലാഹി വാസി ഇറങ്ങി നടന്നോ. എവിടെങ്കിലും അള്ളാഹു നിനക്ക് റിസ്ക് കണക്കാക്കിയിട്ടുണ്ടാവും, ഇറങ്ങി അങ്ങ് നടന്നോളൂ. അള്ളാഹു താലായുടെ റിസ്ക് കിട്ടാൻ ജീവിത യാത്രകൾ നിർബന്ധമാണ്. വഇൽമുൻ, അറിവ് കിട്ടാനും ഇൽമ് നേടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം യാത്രയാണ്. ആദാബുൻ, അദബ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം യാത്രയാണ്. വസുഹ്ബത്തു മാജിദി, നല്ല നല്ല ആളുകളുമായിട്ടുള്ള നല്ല സുഹബത്ത് കിട്ടാനും ഏറ്റവും നല്ലത് യാത്രയാണെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാണ്. തഖറബ് അനിൽ ഔതാനി ഫീ ത്വലബിൽ ഉലാ വസാഫിർ വഫിൽ അസ്ഫാരി ഖംസു ഫവായിദി തഫറുജു ഹമ്മിൻ വക്തിസാബി മഈശതി വഇൽമിൻ വആദാബിൻ വസുഹ്ബത്തു മാജിദി. സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു യാത്രക്കാരനുണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട്, ലോകം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, യാത്ര ചെയ്യാത്തവൻ അതിലൊരു പേജേ വായിക്കുന്നുള്ളൂ. എന്താ പറഞ്ഞത്? സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞതാ, ലോകം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, യാത്ര ചെയ്യാത്തവൻ അതിലൊരു പേജേ വായിക്കുന്നുള്ളൂ. കാരണം എന്താ? പൂനൂർ അങ്ങാടിയാണോ കണ്ടതെങ്കിൽ ആ പേജേ ഉള്ളൂ. ലോകമെന്ന് പറയുന്ന കൊയിലാണ്ടി അങ്ങാടിയോ കാണുന്നില്ല, അതൊരു വേറൊരു പേജാണ്. അവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്താൽ മംഗലാപുരം എന്ന് പറയുന്നത് മറ്റൊരു പേജാണ്. ജീവിതത്തിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളൊന്നും കാണാതെ വെറും ഒരു പേജിൽ ഒതുങ്ങിപ്പോകുന്നതായിരിക്കും യാത്ര ചെയ്യാത്തവൻ്റെ ജീവിതമെന്ന് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ സംഭവമാണ്. ഇപ്പം പി ടി ഉസ്താദ് യാത്ര ചെയ്തപ്പോഴാണ് കഥ കേട്ടപ്പോഴാണ് നമ്മൾ കുറേ അല്ലേ പി.ടിയുടെ യാത്രയുടെ കഥകൾ, അതുപോലെ ഷംവീൽ നൂറാനിയുടെ യാത്രയിലെ അന്താരാഷ്ട്ര അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മളെ തന്നെ പൂർവികരുടെ യാത്രകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളൊക്കെയും യാത്രകൾ ചെയ്യണം. നമ്മൾ എവിടെ എത്തിയാലും ശരി, ഏത് പോസ്റ്റിലായാലും ശരി, എത്ര ഉന്നതങ്ങളിൽ എത്തിയാലും ശരി, നമ്മൾ ഇത്തരം യാത്രകളിലൂടെ പുതുമയിലേക്ക് ആളുകളെ മനസ്സിലെത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരാളെ ജീവിതം പഠിപ്പിക്കാൻ ഏറ്റവും വലിയ മാർഗമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് അജ്മീർ ഖാജ, ഏറ്റവും വലിയ യാത്രികനായ മഹാനായ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി റഹ്മത്തുള്ളാഹി തആലയുടെ ഉറൂസ് കൂടെ ആയതുകൊണ്ട് ഈ പ്രോഗ്രാമും ഈ ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഈ ഒരു സെഷനുമായി വലിയ ബന്ധമുണ്ട്. ലോകത്തെ എല്ലാവരെയും, ഇന്ത്യ രാജ്യത്തെ ദാഴികളുടെ നേതാവാണ് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളെ മാറ്റി നിർത്തിയിട്ട് ഒരു ദഅവത്ത് ഇന്ത്യയിൽ ഇല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണിച്ചു കൊടുത്ത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലെ ഇന്ത്യയെ കാണിച്ചു കൊടുത്ത് അവിടെ പോയി ദഅവത്ത് നടത്തണമെന്ന് പറഞ്ഞയച്ചിട്ട് യാത്ര ചെയ്ത് ഇന്ത്യയിൽ വന്ന മഹാനാണ് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ പാദം പിന്തുടർന്നുകൊണ്ട് യാത്രകൾ തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.